തിങ്കളാഴ്ച 6 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധിയുള്ളത്. ശബരിമല മകരവിളക്ക്, തൈപ്പൊങ്കൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലി എന്നിവ കണക്കാക്കിയാണ് അവധി നൽകിയത്. ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഏതൊക്കെ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്? ഫർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ജില്ലകളിലാണ് ഇത്തരത്തിൽ പ്രാദേശികമായ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച ഔദ്യോഗികമായി തന്നെ അവധി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. ശബരിമല മകരവിളക്ക്, അതിനോടൊപ്പം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലി, അതിനോടൊപ്പം തൈപ്പൊങ്കൽ ഇവ പരിഗണിച്ചുകൊണ്ടാണ് ഈ 6 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലിയും, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഈ പറയുന്ന മകരവിളക്കുമായി ബന്ധപ്പെട്ടും, പാലക്കാട്, വയനാട് ജില്ലകൾക്ക് തൈപ്പൊങ്കലുമായി ബന്ധപ്പെട്ടുമാണ് അവധി നൽകിയിട്ടുള്ളത്. ശരി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ 6 ജില്ലകൾക്കാണ് തിങ്കളാഴ്ച സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നത്. ഗോപാൽ ഷീല സനൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയം എരുമേലി കുട്ടപ്പായി പടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും KSRTC ബസും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. മിനി ബസ് ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ശബരിമല പാതയിൽ ഗതാഗത തടസ്സം ഉണ്ടായി. ജോസി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജോസി, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? വലിയ അപകടമാണോ? ഫർഷ, 5:30 കൂടിയാണ് അപകടമുണ്ടായത്. എരുമേലി കുട്ടപ്പായ പടിയിലാണ് അപകടം. ശബരിമല തീർത്ഥാടകരുടെ മിനി ബസും KSRTC സൂപ്പർഫാസ്റ്റ് ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുവരാൻ വേണ്ടി പോയ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മിനി ബസും പമ്പയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് വരുന്ന സൂപ്പർഫാസ്റ്റ് ബസുമാണ് ഇടിച്ചത്. ഈ തീർത്ഥാടകരുടെ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവർ അപകടത്തെ തുടർന്ന് ഏറെ നേരം ക്യാബിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ശബരിമല മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ചേർന്ന് ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 1 മണിക്കൂറിലേറെ ശ്രമപ്പെട്ടാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഇദ്ദേഹത്തിന്റെ കാലുകൾക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. KSRTC ബസ് ഡ്രൈവർക്കും മറ്റ് 4 യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരും ശബരിമല തീർത്ഥാടകരാണ്. ജോസി, ഈ മിനി ബസ് ഡ്രൈവറുടെ, അതായത് ഈ ഡ്രൈവറെ പുറത്തെടുത്തത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ 5 പേർക്കാണ് നിലവിൽ പരിക്ക് എന്നുള്ളതാണ് അറിയുന്നത്. ഇവരുടെ എല്ലാവരുടെയും പരിക്ക് സാരമായിട്ടുള്ളതാണോ? ആരൊക്കെ ഉണ്ടായിരുന്നു വാഹനത്തിൽ? എത്ര പേരുണ്ടായിരുന്നു? ഫാരിഷി, ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പമ്പയിൽ കൊണ്ട് ഇറക്കി വിട്ടിരുന്ന തീർത്ഥാടകരെ കൊണ്ടുവരുന്നതിനായി എരുമേലിയിൽ നിന്നും വാഹനം പമ്പയിലേക്ക് പോകുമ്പോഴാണ് അപകടം ഉണ്ടായിരുന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് KSRTC ബസ്സിൽ 50ഓളം തീർത്ഥാടകരും ഡ്രൈവറും ഉണ്ടായിരുന്നു. ആ KSRTC ബസ്സിലെ ഡ്രൈവർക്കും 5 തീർത്ഥാടകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതര പരിക്കേറ്റിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരുടെ സ്വകാര്യ മിനി ബസ്സിനാണ്. ആ മിനി ബസ്സിലെ ഡ്രൈവർക്കാണ്. അദ്ദേഹത്തിന്റെ 2 കാലുകളും ഒടിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നതിനാൽ അദ്ദേഹത്തെ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇതെല്ലാം അവസരോചിതമായി ശബരിമല സേഫ് സോൺ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ഇടപെട്ടാണ് ഇപ്പോൾ. ശരി, എരുമേലിയിലാണ് വാഹനാപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ആ ബസ്സിൽ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകുകയായിരുന്നു.